റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പരിശുദ്ധ ഇസ്ലാം പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും രക്ഷകരായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം ദീൻ കടന്നു വരികയാണ്. റോമൻ ചക്രവർത്തിയുടെ മറ്റൊരു ശക്തി കേന്ദ്രമാണ് ജോർദാൻ. അതിന്റെ സമ്പത്ത് മുഴുവനും റോമക്കാർ ആസ്വദിക്കുകയാണ്. കർഷകരും തൊഴിലാളികളും ആ നാട്ടുകാരും അടിച്ചമർത്തപ്പെട്ടിരുന്നു. ഉപരിവർഗം വളരെ ക്രൂരമായാണ് അവരോട് പെരുമാറിയിരുന്നത്. വിമോചനത്തിന്റെ കവാടം അവർക്ക് മുമ്പിലും തുറക്കപ്പെടേണ്ടതുണ്ട്. ഫിഹിൽ പട്ടണമാണ് മുസ്ലിങ്ങളുടെ പ്രഥമ ലക്ഷ്യം. മുസ്ലിങ്ങൾ വരുന്നുണ്ട് എന്ന വിവരം റോമക്കാർ അറിഞ്ഞു. ഫിഹിലിലേക്ക് മുസ്ലിങ്ങൾ എത്താതിരിക്കാൻ റോമക്കാർ പുതിയൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. വിശാലമായൊരു പ്രദേശം വെള്ളത്തിനടിയിലാക്കുക. മുസ്ലിങ്ങൾ മുന്നേറി വരുന്ന പ്രദേശത്തേക്ക് ജോർദാൻ നദിയിലെയും തൊബിരിയ തടാകത്തിലെയും വെള്ളം തിരിച്ചുവിട്ടു. ഒരു പ്രദേശമാകെ ചെളിയും വെള്ളവും നിറഞ്ഞു. മുസ്ലിം സൈന്യത്തിന്റെ മുന്നേറ്റം തടസ്സപ്പെടുകയാണ്. ശൈത്യകാലവും വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടവർ ക്ഷമയോടെ കാത്തിരുന്നു. ശൈത്യകാലം കടന്നുപോയി വേനൽക്കാലം തുടങ്ങുകയായി. ദമസ്കസിൽ നിന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു വൻ സൈന്യവുമായി എത്തിച്ചേരുകയും ചെയ്തു. റോമക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മുസ്ലിങ്ങൾ ഒരു പ്രതിനിധിയെ അയച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ പ്രതിനിധി. റോമൻ സൈന്യാധിപന്റെ ആഡംബരം നിറഞ്ഞ ക്യാമ്പിലേക്ക് സാധാരണ പട്ടാളക്കാരന്റെ വേഷത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. പട്ടുപരവതാനിയിൽ ഇരുന്നില്ല. പാവങ്ങളുടെ അധ്വാനം ചൂഷണം ചെയ്തുണ്ടാക്കിയ ഈ പട്ടുപരവതാനിയിൽ ഞാൻ ഇരിക്കില്ല, മുആദ് റളിയല്ലാഹു അൻഹു ആർജവത്തോടെ പറഞ്ഞു. റോമക്കാർ ഞെട്ടിപ്പോയി. അവർ തങ്ങളുടെ രാജാവിനെ പുകഴ്ത്തി പറഞ്ഞു. റോമക്കാരുടെ പ്രതാപം വിവരിക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകരെ കുറിച്ചും വിവരിച്ചു കൊടുത്തു. എല്ലാ മനുഷ്യരും സമന്മാരാണ്, ഒരേ ദൈവത്തിന്റെ സൃഷ്ടികൾ, എല്ലാവരും ദൈവദാസന്മാർ. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് ശ്രേഷ്ഠത. മുആദ് റളിയല്ലാഹു അൻഹു അവരെയെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു. പിന്നീട് റോമക്കാർ ഒരു ദൂതനെ അയച്ചു. അയാൾ മുസ്ലിം ക്യാമ്പിലെത്തി സൈന്യാധിപനെ അന്വേഷിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു. അയാൾക്ക് വിശ്വാസം വന്നില്ല. സൈന്യാധിപന്റെ ആഡംബരങ്ങളൊന്നും കാണാനില്ല, അധികാര ചിഹ്നങ്ങളില്ല. സാധാരണ പട്ടാളക്കാരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ സൈന്യാധിപർ സമുന്നത പദവിയിലാണ്, സാധാരണ പട്ടാളക്കാർക്കൊപ്പം ഇരിക്കാറില്ല. ദൂതൻ പറഞ്ഞു, മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. ഞങ്ങൾക്കിടയിൽ വിവേചനമില്ല, പൊങ്ങച്ചം കാണിക്കലില്ല. ധനം നൽകി മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ദൂതൻ നടത്തിയത്. അത് നടക്കില്ലെന്ന ബോധ്യം വന്നു മടങ്ങിപ്പോവുകയാണ്. ഉഗ്രയുദ്ധം നടക്കാൻ പോവുകയാണ്. സൈന്യാധിപന്മാർ രംഗത്തിറങ്ങി. അബുൽ അഅ്വർ അസ്സലമി റളിയല്ലാഹു അൻഹു തബരിയ പട്ടണം ഉപരോധിക്കാൻ പുറപ്പെട്ടു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ളിറാർ ഇബ്നുൽ അസ്വർ റളിയല്ലാഹു അൻഹു എന്നിവർ വിവിധ സൈനിക സംഘങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തു. പകൽ മുഴുവൻ യുദ്ധം നടന്നു. വിധി നിർണയിക്കപ്പെട്ടില്ല. രാത്രി സൈനികർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി സജ്ജമാക്കി. രണ്ടാം ദിവസവും ഉഗ്ര പോരാട്ടം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ റോമക്കാർ ശക്തമായി മുന്നേറുകയാണ്. മുസ്ലിങ്ങൾ പ്രതിരോധിച്ചു നിന്നു. നിരവധി പേർ മരിച്ചു വീണു. എന്നിട്ടും പിന്തിരിഞ്ഞോടിയില്ല. യുദ്ധത്തിനിടയിൽ തന്നെ നിസ്കാരം നിർവഹിച്ചു. അള്ളാഹുവിനോട് കൽബുരുകി പ്രാർത്ഥിച്ചു. ജീവൻ നൽകാൻ ദൃഢനിശ്ചയം ചെയ്തു ഷഹീദാവാനുള്ള ആവേശത്തോടെ മുസ്ലിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് പരന്നു. റോമക്കാരുടെ കാലിടറി. മുസ്ലിം സൈന്യം ശത്രുക്കളുടെ അണിയിലേക്ക് തുളച്ചു കയറി. പിന്നെ റോമക്കാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. മനുഷ്യർ തുരുതുരെ വെട്ടേറ്റ് വീഴാൻ തുടങ്ങി. പിന്തിരിഞ്ഞോടുകയല്ലാതെ നിവൃത്തിയില്ല. ദിക്ക് നിശ്ചയമില്ലാത്ത ഓട്ടം, ചെളിയും വെള്ളവും നിറഞ്ഞ ഭൂമിയിലൂടെ ഓട്ടം. അത്യധികം ദുഷ്കരമായിരുന്നു തങ്ങൾ ചെയ്തത്. തങ്ങൾക്ക് തന്നെ ദോഷമായി തീർന്നിരിക്കുന്നു. വൻ വിജയമാണ് മുസ്ലിങ്ങൾ നേടിയത്. വമ്പിച്ച സ്വത്ത് ലഭിച്ചു. ആ നാട്ടിലുള്ള നാട്ടുകാർക്ക് മുസ്ലിങ്ങളുടെ സ്വഭാവ മഹിമകൾ അടുത്തറിയാൻ കഴിഞ്ഞു. അവർക്ക് ആ സമ്പത്തുകളെല്ലാം വീതിച്ചു കൊടുക്കുകയും ചെയ്തു. പട്ടണവാസികൾക്ക് വിമോചനത്തിന്റെ സന്തോഷം. ഇനി രാജാവിന്റെ ഒരു അടിമത്തമില്ല. സ്വതന്ത്രമായി ചിന്തിക്കാം, സ്വതന്ത്രമായി പ്രവർത്തിക്കാം. ഫിഹിലും തൊബരിയയും അധീനപ്പെട്ടതോടെ വഴി തുറസ്സായി കിട്ടി. പട്ടണങ്ങൾ ഓരോന്നോരോന്നായി സന്ധിക്ക് തയ്യാറായി വന്നു. സന്ധിയിലായ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത്. സത്യവും നീതിയും പുലരുകയാണ്. സിറിയയിലും ജോർദാനിലും ഇസ്ലാമിന്റെ പതാക പാറിക്കളിക്കുകയാണ്. ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ കോപം വർദ്ധിക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും തുടങ്ങി. ഒരേ സമയം പല പോർമുഖങ്ങൾ, അതാണിനി കാണാൻ പോകുന്നത്. പാത്രിയാർക്കീസ് പല സൈനിക വ്യൂഹങ്ങളെ പല ഭാഗത്തേക്ക് അയക്കുന്നു.
തൂതർ എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം കിട്ടി. അവർ വരുന്ന വഴിയിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും സൈന്യവും നീങ്ങി. വഴിയിലെങ്ങും അവരെ കണ്ടില്ല. അവർ നേരെ ഡമസ്കസിലേക്കാണ് പോയത്. ഡമസ്കസിൽ കുറഞ്ഞ സൈന്യമേയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം യുദ്ധരംഗത്താണ്. ഈ തക്കത്തിൽ ഡമസ്കസ് കീഴ്പ്പെടുത്താം, ഇതാണ് തൂത്തറിന്റെ പ്ലാൻ. ഡമസ്കസിലെ സേനയുടെ നേതൃത്വം യസീദ് ബിൻ അബി സുഫിയാനാണ്. അദ്ദേഹത്തിന് റോമൻ സൈന്യത്തിന്റെ ആഗമന വിവരം കിട്ടി. തന്റെ സൈന്യവുമായി റോമൻ സൈന്യത്തെ നേരിടാൻ പുറപ്പെട്ടു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റോമൻ സൈന്യം പോയ വഴിയെ കുതിച്ചു വരികയാണ്. പൊരിഞ്ഞ യുദ്ധമുഖത്തേക്കാണ് അവർ എത്തിച്ചേർന്നത്. റോമൻ സൈന്യത്തിന്റെ മുമ്പിൽ മുസ്ലിം സൈന്യമുണ്ട്. ഡമസ്കസിലെ മുസ്ലിം സൈന്യം അവർ ധീരമായി മുന്നേറുന്നു. ഇപ്പോൾ റോമക്കാരുടെ പിൻവശത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം. ഖാലിദ് റളിയല്ലാഹു അൻഹു ശക്തമായ ആക്രമണം തുടങ്ങി. റോമക്കാർ മുമ്പിലും പിന്നിലും ഒരേ സമയം ആക്രമണം നേരിടുന്നു. നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു. പിന്തിരിഞ്ഞോടാനും വയ്യ. തൂതറും മറ്റു പ്രമുഖന്മാരും വധിക്കപ്പെട്ടു. റോമക്കാരുടെ സമ്പൂർണ്ണ പരാജയം. വമ്പിച്ച സ്വത്ത് യുദ്ധം മുതലായി കിട്ടി. ആ യുദ്ധം മുതലെല്ലാം അവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയാണ് മുസ്ലിം സൈന്യാധിപന്മാർ. പാത്രിയാർക്കീസ് നിയോഗിച്ച ഷനസ് എന്ന സൈന്യാധിപൻ വമ്പിച്ചൊരു സേനയുമായി വന്നു. മുസ്ലിം സൈന്യത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഘോരമായ യുദ്ധം തുടങ്ങി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേരിട്ട് മുസ്ലിം സൈന്യത്തെ നയിക്കുന്നു. ഡമസ്കസ് യുദ്ധം കഴിഞ്ഞ് ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യവുമായി കുതിച്ചു വരികയാണ്. യുദ്ധരംഗത്തേക്കാണ് വന്നത്. ഇവിടെയും ഇരുതല യുദ്ധം തന്നെയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു എത്തുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ശക്തമായി മുന്നേറി. റോമൻ പട്ടാളക്കാർ കൂട്ടയോട്ടം തുടങ്ങി. കണക്കില്ലാത്ത മനുഷ്യർ മരിച്ചൊടുങ്ങി. റോമക്കാർ അമ്പയെ പരാജയപ്പെട്ടു. മുസ്ലിം സൈന്യം അടുത്ത പദ്ധതി പെട്ടെന്ന് തയ്യാറാക്കി. ചരിത്ര പ്രസിദ്ധമായ ബഅലബക്, അതാണ് അടുത്ത ലക്ഷ്യം. മുസ്ലിം സൈന്യം ബഅലബക്കിൽ എത്തിച്ചേർന്നു. തദ്ദേശീയർ മുസ്ലിങ്ങളുമായി സന്ധിയുണ്ടാക്കി. യുദ്ധമൊഴിവായി. സബ്റത്ത് ബിൻ മസ്റൂഖ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം സേന കടന്നു പോകുന്നു. ഹിംസിലേക്കാണ് അവർ നീങ്ങുന്നത്. ഹിംസിലേക്ക് വേറെയും സേനകൾ വന്നു ചേരാനുണ്ട്. ആ പ്രതീക്ഷയിലാണ് പോകുന്നത്. വഴിയിൽ പെട്ടെന്നാണ് റോമാ സൈന്യം പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിം സൈന്യം കടന്നു പോകുന്നുണ്ട് എന്ന വിവരം കിട്ടി വന്നതാണ്. പൊടുന്നനെ ആക്രമണം തുടങ്ങുകയാണ്. മുസ്ലിം സേന ഉഗ്രമായി പോരാടി. ശത്രുക്കൾ വീണ്ടും പിന്തിരിഞ്ഞോടി. അല്പനേരത്തെ വിശ്രമം. വീണ്ടും യാത്ര തുടങ്ങി. സബറത്തും സൈന്യവും ഹിംസുലെത്തി. പട്ടണം ഉപരോധിച്ചു. ഏറെ കഴിഞ്ഞില്ല, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും സൈന്യവും വന്നു ചേർന്നു. ശത്രുക്കൾ ഭീതിയിൽപ്പെട്ടു. പെട്ടെന്ന് സന്ധിക്ക് തയ്യാറായി. ഇറാഖിലെ സേനാനായകൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മുന്നേറ്റം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വൻ വിപത്ത് അവർക്കു നേരെ നീങ്ങുന്നുണ്ടെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന് വിവരം കിട്ടി. പൊടുന്നനെ നടപടി സ്വീകരിച്ചു. ഹിറാക്ലിയസിന്റെ വലിയൊരു സൈന്യം ഹിംസിലേക്ക് നീങ്ങുന്നുവെന്നായിരുന്നു വിവരം. ആ സൈന്യം ഹിംസിലെത്തരുത്, വഴിയിൽ തടയണം, അതാണ് ലക്ഷ്യം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ ഒരുക്കി. ജസീറയിൽ നിന്ന് ഹിംസിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് അയച്ചു. ജസീറയിൽ നിന്നാണ് റോമാ സൈന്യം പുറപ്പെട്ടത്. വലിയ ഗർവോടെ നീങ്ങിക്കൊണ്ടിരുന്ന റോമൻ സൈന്യത്തിന് മുമ്പിൽ മുസ്ലിം സൈന്യം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ റോമൻ സൈന്യം പതറിപ്പോയി. അവർ പിന്തിരിഞ്ഞോടി. റോമൻ സൈന്യം ഹിംസിലെത്തിയില്ല. ഹിംസ് മുസ്ലിങ്ങളുടെ നിർണായക കേന്ദ്രമായി തീർന്നു. ഹിറാക്ലിയസ് അതീവ ദുഃഖിതനായി തീർന്നു. തന്റെ കാലിനടിയിലെ മണ്ണിളകിപ്പോയി കൊണ്ടിരിക്കുകയാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, ഹിംസിന്റെ ചുമതല അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. ധാരാളം ആളുകൾ സൈനിക സേവനത്തിന് സന്നദ്ധരായി മുമ്പോട്ട് വന്നു. അവരെ സൈന്യത്തിലെടുക്കുകയും മികച്ച പരിശീലനം നൽകുകയും ചെയ്തു. പിന്നീടുള്ള മുന്നേറ്റങ്ങളിൽ നവമുസ്ലിം സേന കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പട്ടണങ്ങൾ യുദ്ധങ്ങളില്ലാതെ കീഴടങ്ങുന്നു, സന്ധിയുണ്ടാക്കുന്നു. ഹിറാക്ലിയസ് ഞെട്ടിവിറച്ചുപോയി. താൻ ഏറെ സ്നേഹിച്ച പട്ടണങ്ങൾ ഒന്നൊന്നായി കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ബീസാൻ, തൊബ്രിയ, ഹിംസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ളവർ മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് ഇസ്ലാം മതി എന്നായിരിക്കുന്നു. പിന്നെ കേട്ട വാർത്ത നടുക്കുന്നതായിരുന്നു. മുസ്ലിം സൈന്യം കിന്നസീർ പട്ടണം ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇപ്പോൾ പ്രതിരോധം ദുർബലമായിരിക്കുന്നു. റോമൻ സൈന്യത്തെ ജനങ്ങൾക്ക് പേടിയില്ലാതായിരിക്കുന്നു. ജനങ്ങൾ മുസ്ലിം സേനയുമായി സന്ധിയിലാവാൻ ധൃതി കാണിക്കുകയാണ്. മുസ്ലിങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് അവരെ ആകർഷിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളെയാണ് അവർ തറപറ്റിച്ചത്. അതിന്റെ അഹങ്കാരമൊന്നും അവരിൽ കാണാനില്ല. ഓരോ വിജയത്തെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു നൽകിയ വിജയം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അള്ളാഹുവാണ് സഹായി, മറ്റൊരു സഹായവുമില്ല. സ്വന്തം അനുഭവത്തിലൂടെ അവർക്കത് ബോധ്യം വന്നു കഴിഞ്ഞു. അള്ളാഹു നേർക്കുനേരെ സഹായിച്ച എത്രയെത്ര രംഗങ്ങളാണ്. റോമക്കാരും പേർഷ്യക്കാരും മുസ്ലിം സൈന്യത്തെ എത്രയാണ് പരിഹസിച്ചത്. ഒരു ഭൂമിയിൽ ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ചു നടന്ന കാടൻ അറബികൾ എന്ന് പരിഹസിച്ചു. ആടിനെ മേച്ചു നടന്ന ഇടയന്മാർ എന്ന് പരിഹസിച്ചു. അജ്ഞതയുടെ കാലത്ത് അവർ അങ്ങനെയുള്ളവരായിരുന്നു. ഇസ്ലാമിന്റെ പ്രകാശം അവരെ പുണ്യാത്മാക്കളാക്കി മാറ്റി. പുണ്യപുരുഷന്മാർ ലോക ജേതാക്കളായി. അള്ളാഹുവിന്റെ മുമ്പിലുള്ള അവരുടെ സമർപ്പണം, അള്ളാഹുവിനെ വിളിച്ചുള്ള കരച്ചിൽ, അതാണ് അവരുടെ കരുത്ത്. ആ കരുത്ത് പേർഷ്യക്കാരും റോമക്കാരും എത്രയോ കണ്ടതാണ്. അപ്പോഴൊക്കെ അവരുടെ മനസ്സ് മന്ത്രിച്ചത് ഇപ്രകാരമായിരുന്നു: ഇവരെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. കാലം അത് തെളിയിക്കുകയും ചെയ്തു. കിന്നസീർ പട്ടണവും അലപ്പോവും കീഴടങ്ങിയതോടെ ആ വിശ്വാസം രൂഢമൂലമായി. ഗിന്നസീർ കോട്ടയിൽ ഒളിച്ച റോമൻ സൈന്യത്തോട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ട്: നിങ്ങൾ മേഘങ്ങൾക്കുള്ളിൽ ഒളിച്ചാലും അള്ളാഹു ഞങ്ങളെ അവിടെ എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഈ യുദ്ധങ്ങളെല്ലാം കേൾക്കുമ്പോൾ പല ആളുകളും പരിഹസിക്കും ഇസ്ലാം യുദ്ധത്തിലൂടെ വളർന്നതാണെന്ന്. എങ്കിൽ ഒന്ന് ആലോചിക്കണം, അന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ മുതലാളിമാരുടെ അടിമകളായി വേല ചെയ്യുകയാണ്. അവർക്ക് വേണ്ട ദാസി വേലകൾ ചെയ്ത് പട്ടിണി കിടന്ന് ജീവിക്കുകയാണ്. പൈസയുള്ളവർ എന്നും പൈസയുള്ളവനായി ജീവിക്കുന്ന ആൾ, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായി ജീവിക്കുന്ന നഗരം. ആ നഗരങ്ങളിലേക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം വീശുകയും അതിലൂടെ അന്ധകാരവും അക്രമവും അനീതിയും തരിപ്പണമാവുകയും ചെയ്ത് എല്ലാ ആളുകളും സമന്മാരായി തീരുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ ആളുകളും ഒരേപോലെയാണെന്ന വാക്കുകൾ അവിടെ പ്രചരിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു തആല ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇവിടെ വെളുത്തവനോ കറുത്തവനോ, മുതലാളിയോ അടിമയോ, അല്ലെങ്കിൽ രാജാവോ അടിമയോ എന്നുള്ള വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ മനുഷ്യരും തുല്യന്മാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആശയം പരന്നെത്തിയത്. അല്ലാഹു തആല ആ മഹാനോട്